ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട സൈനികർ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. ബി.ജെ.പി. സംഘപരിവാർ പ്രവർത്തകർ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്കും യുവമോർച്ച പ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൂക്കളമിട്ടും പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു പൂക്കളം നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ പല പൂക്കളമിട്ട് ഞങ്ങൾ ഇനിയും പ്രതിഷേധിക്കും എന്ന് പറയുന്നു ബി.ജെ.പിയും യുവമോർച്ചയും. തീർച്ചയായും കൃഷ്ണ, ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ മായ്ച്ചു കളയാൻ പറഞ്ഞ അതേ ഭരണകൂടത്തിൻ്റെ ഭരണശിലാകേന്ദ്രത്തിന് മുന്നിലായിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പുഷ്പം കൊണ്ട് എഴുതിക്കൊണ്ടാണ് ഭരണശിലാകേന്ദ്രത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മാത്രമല്ല, മുന്നറിയിപ്പ് കൂടി നൽകി ഇത്തരം സമീപനങ്ങൾ കാട്ടാളനീതി ആവർത്തിക്കുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ട് തെരുവോരങ്ങളിൽ തങ്ങൾ പുഷ്പമിട്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട് പ്രതിഷേധിക്കുമെന്നും യുവമോർച്ച പറഞ്ഞു. ശക്തമായ രീതിയിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ജില്ലയിലെ മുതുവിലാക്കാട് എന്ന സ്ഥലത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെതിരെ പോലീസ് കേസെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 26ഓളം വരുന്ന പ്രവർത്തകർക്ക് നേരെയും ആ കൂട്ടത്തിൽ 20ഓളം വരുന്ന പ്രദേശവാസികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവർക്കെതിരെ അടക്കം കേസെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട് പുഷ്പം കൊണ്ട് എഴുതിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തങ്ങൾ ഈ നടപടി തുടരുമെന്നും യുവമോർച്ച അറിയിച്ചിട്ടുണ്ട്. ഇത്തരം രാജ്യവിരുദ്ധ, നമുക്ക് അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു വലിയ വൈകാരിക മുഹൂർത്തമാണ്, അല്ലെങ്കിൽ വൈകാരിക അനുഭൂതിയാണ് ഭാരതീയർക്ക് പകർന്നത്. കാരണം സിന്ദൂറിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ തങ്ങളുടെ സിന്ദൂരം മായ്ച്ച തീവ്രവാദികൾക്കെതിരെ ഭാരതം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച കടുത്ത നടപടിയായിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്നത് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ സൈനിക മേധാവി അടക്കമായിരുന്നു. എങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇടത് ജിഹാദി കൂട്ടായ്മകൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ അനുകൂലിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഭരണകൂടം സ്വീകരിച്ചതെന്നും യുവമോർച്ച ആരോപിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടത് ജിഹാദി സഖ്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇത്തരം അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നും അറിയിച്ചു. FIR ഈ പ്രാദേശിക കൂട്ടായ്മ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെ, ഈ പൂക്കളമിട്ടവർക്ക് നേരെ എടുത്തിരിക്കുന്ന FIR റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം, ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നും യുവമോർച്ച പറഞ്ഞു. അതോടൊപ്പം തന്നെ തുടർന്നും തങ്ങൾ ഇത്തരം നീതി അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള സമീപനങ്ങൾ അത് കേരളത്തിൽ അനുവദിച്ചു തരില്ല എന്നും യുവമോർച്ച പറയുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ രംഗത്ത് വരുന്നത് ഭാരതത്തെ അപമാനിക്കുന്നതാണ്. ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ജാതി ചോദിച്ചും മതം ചോദിച്ച് അരുംകൊല ചെയ്ത ആ ധീരദേശാഭിമാനികളെ, രക്തസാക്ഷികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സമീപനങ്ങൾ തുടർന്നാൽ വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്നും യുവമോർച്ച അറിയിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂവുകൾ കൊണ്ട് എഴുതിക്കൊണ്ട് തലസ്ഥാനത്ത് ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ നടത്തിയത്. എവിടെയാണോ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഏതെന്നാണോ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, അത് സംസ്ഥാനത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പിന് കീഴിൽ എഴുതിക്കൊണ്ട് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലും പൂക്കളം ഇട്ടതിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിക്കുകയാണ് ബി.ജെ.പിയും യുവമോർച്ചയും സംഘപരിവാർ സംഘടനകളും. വലിയ പ്രതിഷേധമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൂക്കളമിട്ടാണ് യുവമോർച്ച പ്രതിഷേധിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബി.ജെ.പിയും ഹൈന്ദവ സംഘടനകളും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.